എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ കൗൺസിലിംഗ് മനഃശാസ്ത്ര പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് മനഃശാസ്ത്ര കൗൺസിലിംഗ് പഠനത്തിന് സഹായകമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. എൻ്റെ പേര് അലക്സാണ്ടർ, പത്തനംതിട്ട. നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം. ഇന്നത്തെ ചോദ്യം ബേസിക് സൈക്കോളജി ചാപ്റ്റർ 1 ആണ്. ഒന്നാമത്തെ ചോദ്യം: നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും മാർഗദർശനവും നൽകിത്തരുന്നത് എന്താണ്? നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും മാർഗദർശനവും നൽകിത്തരുന്നത് എന്താണ്? നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും മാർഗദർശനവും നൽകിത്തരുന്നത് എന്താണ്? വാട്ട് ഗിവ്സ് us the desire and guidance to learn about the things around us? What gives us the desire and guidance to learn about the things around us? What gives us the desire and guidance to learn about the things around us? ഇതിൻ്റെ ഉത്തരം: നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും മാർഗദർശനവും നൽകിത്തരുന്നത് നമ്മുടെ ജിജ്ഞാസയും വ്യഗ്രതയുമാണ്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും മാർഗദർശനവും നൽകിത്തരുന്നത് ജിജ്ഞാസയും വ്യഗ്രതയുമാണ്. നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും മാർഗദർശനവും നൽകിത്തരുന്നത് നമ്മുടെ ജിജ്ഞാസയും വ്യഗ്രതയുമാണ്. It is our curiosity and eagerness that gives us the desire and guidance to learn about the things around us. It is our curiosity and eagerness that gives us the desire and guidance to learn about the things around us. It is our curiosity and eagerness that gives us the desire and guidance to learn about the things around us. ചോദ്യം 2: വിദ്യാസമ്പന്നരായവർ ഉത്തരങ്ങൾ തരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിദ്യാസമ്പന്നരായവർ ഉത്തരങ്ങൾ നൽകിത്തരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുമാണ്? വിദ്യാസമ്പന്നരായവർ ഉത്തരങ്ങൾ തരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? On what basis do educated people give answers? On what basis do educated people give answers? On what basis do educated people give answers? അതിൻ്റെ ഉത്തരം: വിദ്യാസമ്പന്നർ ഉത്തരം നൽകിത്തരുന്നത് അവരുടെ സാമാന്യ ബോധത്തിൽ നിന്നും ആണ്. വിദ്യാസമ്പന്നർ ഉത്തരം നൽകിത്തരുന്നത് അവരുടെ സാമാന്യ ബോധത്തിൽ നിന്നുമാണ്. വിദ്യാസമ്പന്നർ ഉത്തരം നൽകിത്തരുന്നത് അവരുടെ സാമാന്യ ബോധത്തിൽ നിന്നുമാണ്. Educated people answer from their common sense. Educated people answer from their common sense. Educated people gives answer from their common sense. ചോദ്യം 3: ഒരു മനഃശാസ്ത്രജ്ഞൻ ഉത്തരം നൽകുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഒരു മനഃശാസ്ത്രജ്ഞൻ ഉത്തരം നൽകുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഒരു മനഃശാസ്ത്രജ്ഞൻ ഉത്തരം നൽകുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? What does the psychologist base his answer on? What does the psychologist base his answer on? What does the psychologist base his answer on? ഉത്തരം: ഒരു മനഃശാസ്ത്രജ്ഞൻ ഉത്തരം നൽകിത്തരുന്നത് അവൻ പഠിച്ചിട്ടുള്ള ശാസ്ത്രീയമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മനഃശാസ്ത്രജ്ഞൻ ഉത്തരം നൽകിത്തരുന്നത്
അവൻ പഠിച്ചിട്ടുള്ള ശാസ്ത്രീയമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മനഃശാസ്ത്രജ്ഞൻ ഉത്തരം നൽകിത്തരുന്നത് അവൻ പഠിച്ചിട്ടുള്ള ശാസ്ത്രീയമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. A psychologist gives an answer based on the scientific knowledge he has studied. A psychologist gives an answer based on the scientific knowledge he has studied. A psychologist gives an answer based on the scientific knowledge he has studied.